നമസ്കാരം. എല്ലാവർക്കും രാഹുലിന്റെ PSC SSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന ടോപ്പിക്കിലെ മണിപ്പൂർ സംസ്ഥാനത്തെ കുറിച്ചാണ്. മണിപ്പൂർ ദ ജുവൽ ഓഫ് ഇന്ത്യ. തുടങ്ങാം. 1972 ജനുവരി മാസം 21-ാം തീയതിയാണ് മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വരുന്നത്. 1972 ജനുവരി 21-നാണ് മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വരുന്നത്. മണിപ്പൂരിന് അറിയപ്പെടുന്ന പേരുകൾ നോക്കാം. ഒന്നാമത്തെ പേരാണ് ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. മണിപ്പൂർ അറിയപ്പെടുന്ന പേരാണ് ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. മണിപ്പൂർ അറിയപ്പെടുന്ന പേരുകളാണ് ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. 1972 ജനുവരി മാസം 21-ാം തീയതിയാണ് മണിപ്പൂർ സംസ്ഥാനം നിലവിൽ വരുന്നത്. ജുവൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, അതുപോലെ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ മണിപ്പൂരിനെ ജുവൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജുവൽ ഓഫ് ഇന്ത്യ എന്ന് മണിപ്പൂരിനെ വിളിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, നമുക്ക് നോക്കാം മണിപ്പൂരിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. മോഡേൺ പോളോ ഗെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മോഡേൺ പോളോ ഗെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മോഡേൺ പോളോ ഗെയിം, ആധുനിക പോളോ കളി ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. മോഡേൺ പോളോ ഗെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത് മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ പോളോ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇംഫാൽ മണിപ്പൂരാണ്. ഇംഫാൽ പോളോ ഗ്രൗണ്ട് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ പോളോ ഗ്രൗണ്ട്. ഇംഫാൽ പോളോ ഗ്രൗണ്ട്. ഇംഫാൽ പോളോ ഗ്രൗണ്ട്. ഇംഫാൽ പോളോ ഗ്രൗണ്ട് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോളോ ഗ്രൗണ്ട്. ഈ ഇംഫാലാണ് മണിപ്പൂരിന്റെ ക്യാപിറ്റൽ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ആണ് ഇംഫാൽ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ആണ് ഇംഫാൽ. അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ഹൈക്കോടതി ഉണ്ട്, മണിപ്പൂർ ഹൈക്കോർട്ട്. മണിപ്പൂർ ഹൈക്കോർട്ട്, മണിപ്പൂരിന്റെ ഹൈക്കോടതിയാണ് മണിപ്പൂർ ഹൈക്കോടതി. ആ മണിപ്പൂർ ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലവും ഇംഫാലാണ്. മണിപ്പൂർ ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലവും ഇംഫാലാണ്. മണിപ്പൂർ ഹൈക്കോടതി നിലവിൽ വന്ന ദിവസമാണ് 2013 മാർച്ച് 25. മണിപ്പൂരിലാണ് മോഡേൺ പോളോ ഗെയിം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇംഫാൽ പോളോ ഗ്രൗണ്ട് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോളോ ഗ്രൗണ്ട്. ഇംഫാലാണ് മണിപ്പൂരിന്റെ ക്യാപിറ്റൽ. ഈ ഇംഫാലിലാണ് മണിപ്പൂരിന്റെ ഹൈക്കോടതിയായ മണിപ്പൂർ ഹൈക്കോർട്ട് ഇരിക്കുന്ന സ്ഥലം. മണിപ്പൂർ ഹൈക്കോടതി നിലവിൽ വന്ന ദിവസമാണ് 2013 മാർച്ച് 25. നമുക്കിനി നോക്കാം മണിപ്പൂരിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. കുറച്ച് സ്ഥലങ്ങൾ നോക്കാമേ. മണിപ്പൂരിലാണ് മാവോ ഹിൽ സ്റ്റേഷൻ. മാവോ ഹിൽ സ്റ്റേഷൻ മണിപ്പൂരിലാണ്. മാവോ ഹിൽ സ്റ്റേഷൻ മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ കംഗ്ല ഫോർട്ട് മണിപ്പൂരിലാണ്. കംഗ്ല ഫോർട്ട് മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ താലോൺ കേവ്സ്. താലോൺ കേവ്സ് മണിപ്പൂരിലാണ്. താലോൺ കേവ്സ് മണിപ്പൂരാണ്. രണ്ട് ഡാം കൂടി നോക്കാം. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഡാമാണ് കൂഗ ഡാം. കൂഗ ഡാം മണിപ്പൂറാണ്. അതുപോലെ തന്നെ സിംഗ്ഡ ഡാം മണിപ്പൂരാണ്. പ്രധാനപ്പെട്ട മണിപ്പൂരിലെ സ്ഥലങ്ങളാണ് നോക്കിയത്. മാവോ ഹിൽ സ്റ്റേഷൻ മണിപ്പൂരിലാണ്. കംഗ്ല ഫോർട്ട് മണിപ്പൂരിലാണ്. താലോൺ കേവ്സ് മണിപ്പൂരാണ്. രണ്ട് ഡാം പറഞ്ഞു, കൂഗ ഡാമും സിംഗ്ഡ ഡാമും. ഇതെല്ലാം മണിപ്പൂരിലെ സ്ഥലങ്ങളാണ്.
ശരി, ഇനി നമുക്ക് നോക്കാം മണിപ്പൂരിന്റെ കുറച്ച് പ്രത്യേകതകളെ കുറിച്ച്. ഒന്നാമത്തേതാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന സ്ഥലം മണിപ്പൂരാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന ആദ്യ സ്ഥലം മണിപ്പൂരാണ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന ഫസ്റ്റ് പ്ലേസ് ആണ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് മണിപ്പൂർ. അതുപോലെ തന്നെ ഫസ്റ്റ് മൾട്ടി ക്രോർ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരിലാണ്. എന്താണ്? ഫസ്റ്റ് മൾട്ടി ക്രോർ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരാണ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന ആദ്യ സംസ്ഥാനം മണിപ്പൂരാണ്. ഫസ്റ്റ് മൾട്ടി ക്രോർ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരാണ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് സെമിത്തേരി മണിപ്പൂരിലാണ്. കോമൺവെൽത്ത് സെമിത്തേരി മണിപ്പൂരിലാണ്. കോമൺവെൽത്ത് സെമിത്തേരി മണിപ്പൂരിലാണ്. കോമൺവെൽത്ത് സെമിത്തേരി മണിപ്പൂരാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഫസ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഫസ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ മണിപ്പൂർ. ഇംഫാൽ മണിപ്പൂർ. ഓക്കെയാണ്. അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ടിംഗ് നടക്കുന്ന ഫസ്റ്റ് സംസ്ഥാനമാണ് മണിപ്പൂർ. ഫസ്റ്റ് മൾട്ടി ക്രോർ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ കോമൺവെൽത്ത് സെമിത്തേരി മണിപ്പൂരിലാണ്. ഫസ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ മണിപ്പൂർ. നമുക്ക് നോക്കാം മണിപ്പൂരിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ആർമി INA ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും മണിപ്പൂർ ഒരു സ്ഥലത്ത്. ആ സ്ഥലമാണ് മൊയ്റാങ്. എന്താണ് പ്രത്യേകത? INA സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലം. INA ഫ്ലാഗ് ഹോസ്റ്റഡ് എപ്പോഴാണ്? സെക്കൻഡ് വേൾഡ് വാറിൽ. INA ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ ആർമി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ് മണിപ്പൂരിലെ മൊയ്റാങ് എന്ന സ്ഥലം. ഈ മൊയ്റാങ് എന്ന സ്ഥലത്താണ് INA വാർ മെമ്മോറിയൽ ഇരിക്കുന്നത്. INA വാർ മെമ്മോറിയൽ എവിടെയാണ്? മൊയ്റാങ് ആണ്. നമുക്ക് നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തെ കുറിച്ച്. ആ സ്ഥലമാണ് മൊറൈ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ മൊറൈ അറിയപ്പെടുന്ന പേരാണ് ഗേറ്റ് വേ ഓഫ് മ്യാൻമാർ. ഗേറ്റ് വേ ഓഫ് മ്യാൻമാർ, മ്യാൻമാറിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഗേറ്റ് വേ ഓഫ് മ്യാൻമാർ. നമ്മൾ രണ്ട് സ്ഥലത്തെ കുറിച്ചാണ് പറഞ്ഞത്. മൊയ്റാങ് INA സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലമാണ് മൊയ്റാങ്. അതുപോലെ തന്നെ INA വാർ മെമ്മോറിയൽ എവിടെയാണ്? മൊയ്റാങ് ആണ്. പിന്നെ പറഞ്ഞ മറ്റൊരു സ്ഥലമാണ് മൊറയെ കുറിച്ച്. മൊറ എന്താണ്? ഗേറ്റ് വേ ഓഫ് മ്യാൻമാർ. നമുക്ക് നോക്കാം മണിപ്പൂരിന്റെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിനെ കുറിച്ച്. നാഷണൽ പാർക്ക് ഇൻ മണിപ്പൂർ. ഒന്നാമതാണ് സിറോഹി നാഷണൽ പാർക്ക്. സിറോഹി നാഷണൽ പാർക്ക് മണിപ്പൂരിലെ ഒന്നാമത്തെ നാഷണൽ പാർക്കാണ് സിറോഹി നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകത എന്ന്. ഇവിടെയാണ് സാങ്കായി ഡിയേഴ്സ് ഉള്ളത്. സാങ്കായി ഡിയേഴ്സ് ഉള്ളത് ഇവിടെയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മണിപ്പൂരിന്റെ ഒഫീഷ്യൽ അനിമലുമാണ് ഡാൻസിങ് ഡിയറുമാണ്.
ഡാൻസിങ് ഡിയർ ആണ്. അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ഒഫീഷ്യൽ അനിമൽ ആണ്. സാങ്ക ഡിയർ മണിപ്പൂരിന്റെ ഒഫീഷ്യൽ അനിമൽ ആണ്. അതുപോലെ തന്നെ സാങ്ക ഡിയർ ഡാൻസിങ് ഡിയർ ആണ്. മറ്റൊരു പ്രത്യേകത, ഈ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ലോക്തക് തടാകത്തിലാണ്. ലോക്തക് തടാകത്തിലാണ് ഈ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. only floating national park in the world. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. നോക്കിയാണേ, മണിപ്പൂരിന്റെ രണ്ട് നാഷണൽ പാർക്കാണ് പറഞ്ഞ, ഒന്ന് സിറോഹി നാഷണൽ പാർക്കും ഒന്ന് കേബിൾ ലംജാവോ നാഷണൽ പാർക്കും. കേബിൾ ലംജാവോ നാഷണൽ പാർക്കിന്റെ പ്രധാനപ്പെട്ട അനിമലാണ് സാങ്കായ് ഡിയർ. സാങ്ക ഡിയർ എന്ന് പറഞ്ഞ ഡാൻസിങ് ഡിയർ ആണ്, ഒഫീഷ്യൽ അനിമൽ ഓഫ് മണിപ്പൂർ ആണ്. പിന്നെ പറഞ്ഞത് ഈ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ലോക്തക് തടാകത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. നമുക്ക് നോക്കാം ലോക്തക് തടാകത്തിന്റെ രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് ലോക്തക് തടാകം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ഫ്ലോട്ടിംഗ് സ്കൂൾ വന്നതും ലോക്തക് തടാകത്തിലാണ്. ഫ്ലോട്ടിംഗ് സ്കൂൾ വന്നതും ലോക്തക് തടാകത്തിലാണ്. ലോക്തക് തടാകത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. അവിടെയാണ് ഫ്ലോട്ടിംഗ് സ്കൂൾ, ഇന്ത്യയിൽ ആദ്യ ഫ്ലോട്ടിംഗ് സ്കൂൾ വന്നത്. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ. ഒന്ന് ഒരു ടെമ്പിൾ ആണ്, ശ്രീ ഗോവിന്ദാജി ടെമ്പിൾ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ വൈഷ്ണവാസിന്റെ ടെമ്പിൾ ആണ് ശ്രീ ഗോവിന്ദാജി ടെമ്പിൾ. ശരി, നമുക്ക് നോക്കാം അടുത്തൊരു പ്രത്യേകത. അടുത്ത ഒരു സ്ഥലമാണ് കൈവറാമ്പണ്ട് ബാസാർ. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യസ് ലാർജസ്റ്റ് മാർക്കറ്റ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വുമൺ. ഇന്ത്യസ് ലാർജസ്റ്റ് മാർക്കറ്റ് ഓൺഡ് ആൻഡ് operated by women. India's largest market owned and operated by women. അതാണ് എന്ത്? കൈവറാമ്പണ്ട് ബാസാർ. ശ്രീ ഗോവിന്ദാജി ടെമ്പിൾ എന്താണ്? വൈഷ്ണവാസിന്റെ ടെമ്പിൾ ആണ്. അതുപോലെ തന്നെ കൈവറാമ്പണ്ട് ബാസാർ എന്താണ്? ലാർജസ്റ്റ് മാർക്കറ്റ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വുമൺ. ശരി, നമുക്ക് നോക്കാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ്. ഒരുപാടുണ്ട്. മണിപ്പൂരി ഡാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരി സങ്കീർത്തന ഉണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരി രാസലീലയുണ്ട്. ഇത് 3 ഓപ്ഷനിൽ നിന്ന് കിട്ടും. ബാക്കി നുപ ഡാൻസ് ഉണ്ട്. പങ്ചോല ഡാൻസ്. അതുപോലെ തന്നെ
ദോൽ ചോലാം ഡാൻസ്. ദോൽ ചോലാം ഡാൻസ്. ഇതെല്ലാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണ്. ഈ മണിപ്പൂരി ഡാൻസ് ആണ് മണിപ്പൂരിലെ ഒഫീഷ്യൽ ഡാൻസ്. മണിപ്പൂരിലെ ഒഫീഷ്യൽ ഡാൻസ് ആണ് മണിപ്പൂരി ഡാൻസ്. അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ചോദിച്ചാലും മണിപ്പൂരി ലാംഗ്വേജ് ആണ്. മണിപ്പൂരി ലാംഗ്വേജ് ആണ്. അപ്പൊ മണിപ്പൂരിന്റെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് മണിപ്പൂരി ഡാൻസ്, മണിപ്പൂരി സങ്കീർത്തന, മണിപ്പൂരി രാസലീല, നുപ, പങ്ചോലാം, ദോൽചോലാം. മണിപ്പൂരിയാണ് മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ഡാൻസ്. മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജും മണിപ്പൂരിയാണ്. നമുക്ക് നോക്കാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ നോക്കാം. ഫെസ്റ്റിവൽ ഒന്നാണ് യോഷാങ് ഫെസ്റ്റിവൽ. യോഷാങ് ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ കട്ട് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കങ് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ചീരാബ ഫെസ്റ്റിവൽ. ചീരാബ ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ചുംബ ഫെസ്റ്റിവൽ. ഇതൊക്കെയാണ് യോഷാങ് ഫെസ്റ്റിവൽ, കട്ട് ഫെസ്റ്റിവൽ, കങ് ഫെസ്റ്റിവൽ, ചീരാബ ഫെസ്റ്റിവൽ, ചുംബ ഫെസ്റ്റിവൽ. ഇതെല്ലാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ്. ഇനി നമുക്ക് നോക്കാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നോക്കാം. പ്രമുഖ വ്യക്തികളാണ്. ഒന്ന് ബോധചന്ദ്ര സിംഗ്. ബോധചന്ദ്ര സിംഗ്. ബോധചന്ദ്ര സിംഗ് ഇദ്ദേഹം ഒരു രാജാവായിരുന്നു. ഇന്ത്യൻ യൂണിയനിലോട്ട് മണിപ്പൂർ സംസ്ഥാനത്തിനെ ലയിപ്പിക്കാൻ സൈൻ ചെയ്ത വ്യക്തിയാണ് ബോധചന്ദ്ര സിംഗ്. ഒരു രാജാവാണ്. ഇന്ത്യൻ യൂണിയനിലോട്ട് മണിപ്പൂർ സംസ്ഥാനത്തിനെ യോജിപ്പിക്കാനായിട്ട് സൈൻ ചെയ്ത വ്യക്തിയാണ് ബോധചന്ദ്ര സിംഗ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മേരി കോം. നമുക്കറിയാം എന്താണ്, ബോക്സറാണ്. ബോക്സറാണ് മേരി കോം. മേരി കോമിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അൺബ്രേക്കബിൾ. അൺബ്രേക്കബിൾ. മേരി കോമിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അൺബ്രേക്കബിൾ. അതുപോലെ തന്നെ അടുത്തൊരു പ്രമുഖ വ്യക്തിയാണ് അയൺ ലേഡി ഓഫ് മണിപ്പൂർ എന്നറിയപ്പെടുന്ന ഇറോം ശർമിള. ഇറോം ശർമിള. ഇറോം ശർമിള എന്താണ് പ്രത്യേകത? അയൺ ലേഡി ഓഫ് മണിപ്പൂർ. അയൺ ലേഡി ഓഫ് മണിപ്പൂർ. അയൺ ലേഡി ഓഫ് മണിപ്പൂർ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് മണിപ്പൂർ ഗാന്ധി. ത്രിലോചൻ പൊക്രേൽ. ത്രിലോചൻ പൊക്രേൽ. ഇതാണ് പ്രത്യേകത. മണിപ്പൂർ ഗാന്ധി എന്നറിയപ്പെടുന്നു. മണിപ്പൂർ ഗാന്ധി. മണിപ്പൂർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ശരിക്കും നമുക്ക് നോക്കാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട രണ്ട് എയർപോർട്ട് നോക്കാം. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട രണ്ട് എയർപോർട്ടാണ് തുളിഹാൽ എയർപോർട്ട്. തുളിഹാൽ എയർപോർട്ടും അതുപോലെ തന്നെ ഇംഫാൽ എയർപോർട്ട്. തുളിഹാൽ എയർപോർട്ടും ഇംഫാൽ എയർപോർട്ടുമാണ് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ. ശരി, നമുക്ക് നോക്കാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട നദികൾ. ഒന്നാമത്തെ നദിയാണ് ബാരക്. ബാരക് റിവർ. അതുപോലെ തന്നെ ഐറിൽ. അതുപോലെ തന്നെ ബാരക്, ഐറിൽ, അതുപോലെ തന്നെ നമ്പുൽ. നമ്പുൽ റിവർ. അതുപോലെ തന്നെ സുർമ മേഘ്ന. സുർമ മേഘ്ന. അതുപോലെ തന്നെ തിയാവോ റിവർ. ഇതെല്ലാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട നദികളാണ്. മണിപ്പൂരിലെ ഏറ്റവും വലിയ നദിയാണ് ബാരക്. മണിപ്പൂരിലെ ഏറ്റവും വലിയ നദിയാണ് ബാരക്. അപ്പം നദികൾ ഏതൊക്കെയുണ്ട്? ബാരക്, ഐറിൽ, നമ്പുൾ, സുർമ മേഘ്ന, തിയാവോ. ഇതെല്ലാം മണിപ്പൂരിലെ പ്രധാനപ്പെട്ട നദികളാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർഫാൾ ആണ് സാധു ചിരു. സാധു ചിരു വാട്ടർഫാൾ. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട വാട്ടർഫാൾ ആണ് സാധു ചിരു വാട്ടർഫാൾ. ശരി, മണിപ്പൂരിലെ ഒഫീഷ്യൽ ഫ്ലവർ ആണ് ഷിറോയി ലിലി ഫ്ലവർ. ശരി, ഇതോടുകൂടി മണിപ്പൂരിന്റെ
സ്ട്രാറ്റജിക്ക് എല്ലാം കഴിയുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.